ഫുട്ബോളിലെ മികവിന്റെ അളവുകോൽ ലോക കിരീട വിജയമാണെങ്കിൽ യോഹാൻ ക്രൈഫ് പരാജയപ്പെട്ടവനാണ്. തന്റെ മാതൃരാജ്യത്തിനായി ഒരു കിരീടം നേടാൻ ക്രൈഫിനായില്ല. പക്ഷേ ക്രൈഫിന്റെ കളി ഏതെങ്കിലും വിധത്തിൽ കണ്ടിട്ടുള്ളവർക്കറിയാം ക്രൈഫ് ഫുട്ബോൾ എന്ന കായിക രൂപത്തിന് നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണെന്ന്. ടോട്ടൽ ഫുട്ബോൾ എന്ന കേളി ശൈലിയെ ഇന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ നെഞ്ചേറ്റിക്കഴിഞ്ഞ ടിക്കിടാക്ക ശൈലിയാക്കി മാറ്റിയത് ക്രൈഫ് വിഭാവനം ചെയ്ത ഫുട്ബോൾ ചിന്താ പദ്ധതിയാണ്. ഈ ശൈലിയെപ്പറ്റി ക്രൈഫ് തന്നെ പറഞ്ഞിട്ടുള്ള രസകരമായ മറ്റൊരു കാര്യം, ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് സിമ്പിളാണ്, പക്ഷേ സിമ്പിൾ ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമേറിയ കാര്യമെന്നാണ്. ക്രൈഫിന്റെ ശിഷ്യഗണങ്ങളിൽ പ്രധാനികളായ ഫ്രാങ്ക് റൈക്കാർഡ്, പെപ് ഗർഡിയോള എന്നിവരാണ് ആധുനിക കാലത്ത് ടിക്കിടാക്കയിലൂടെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത്. ഇവർ പരിശീലിപ്പിച്ച ലയണൽ മെസ്സിയും ആന്ത്രസ് ഇനിയസ്റ്റയും സാവി ഹെർണാണ്ടസും ഉൾപ്പെട്ട ബാഴ്സലോണ ടീം ഇന്നും ലോക ക്ലബ്ബ് ഫുട്ബോളിലെ ശക്തിദുർഗങ്ങളായി നിലകൊള്ളുന്നു. ഒരർത്ഥത്തിൽ ഫുട്ബോളിലെ ഒരേ ഒരു വിപ്ലവകാരിയാണ് യോഹാൻ ക്രൈഫ്. ഫുട്ബോളിനെ സമൂലം മാറ്റിമറിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. തന്റെ പ്രിയപ്പെട്ട ബാഴ്സലോണ നഗരത്തിൽ 68-ാം വയസ്സിൽ ശ്വാസകോശാർബുദത്തിന് മുന്നിൽ കീഴടങ്ങി മരണത്തെ പുൽകിയപ്പോഴും ക്രൈഫ് നടത്തിയിട്ടുള്ള തത്വചിന്താപരമായ ഒരു വീക്ഷണമാണ് മനസ്സിൽ മുഴങ്ങുന്നത്. ഫുട്ബോൾ എനിക്ക് എല്ലാം തന്നു, പക്ഷേ ടൊബാക്കോ അതെല്ലാം ഏതാണ്ട് തിരികെ എടുത്തു.